ഒരു ഓഫ് ഡേ കിട്ടിയപ്പോൾ കറങ്ങാൻ പോയ കഥയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഇതുവരെ ലണ്ടനിൽ വന്നിട്ട് ലണ്ടനെയും ഒന്നും അടുത്ത് കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും അങ്ങോട്ടേക്ക് തന്നെ വെച്ച് പിടിച്ചു. ഞാൻ മാത്രമല്ല, കൂട്ടുകാരും ഉണ്ട്. അപ്പം ലണ്ടനായി തൊട്ടടുത്ത് തന്നെ ഒരു പാർക്ക് ഉണ്ടായിരുന്നു എന്നുള്ള സത്യം ഞാൻ ഇന്നലെയാണ് മനസ്സിലാക്കിയത്. സത്യത്തിൽ ഞാൻ ഇന്നലെ എടുത്ത വീഡിയോ കേട്ടോ ഇത്. അടിപൊളിയായിരുന്നു. എന്തൊരു വലിപ്പമാണ് അതിനൊന്നും. അതിൻ്റെ താഴെ പോയി നിന്നപ്പോഴാണ് മനസ്സിലായത്. പക്ഷെ എനിക്ക് അതിനകത്ത് കയറി എക്സ്പീരിയൻസ് ചെയ്യാനൊന്നും തോന്നിയില്ല കേട്ടോ. എനിക്ക് അതിനേക്കാളും കുറച്ചുകൂടി നല്ലത് നമ്മുടെ വണ്ടർലയിലോ അല്ലെ ഞങ്ങളുടെ നാട്ടിലെ ഓച്ചറയിലെ നല്ല അടിപൊളി ഓച്ചറ ഉത്സവത്തിൻ്റെ സമയത്ത് വരാറുണ്ട്. അതാ കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നി. കാരണം ഭയങ്കര സ്ലോ ആയിരുന്നു. പക്ഷേ ലണ്ടനയുടെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ നമ്മുടെ ബിഗ് ബെൻ ഉണ്ട്. അതും ഭയങ്കര കിടിലനാണ് കേട്ടോ. അതിൻ്റെയൊക്കെ നേരിട്ട് കാണാനുള്ളൊരു വ്യൂ, നമ്മുടെ ഏറ്റവും മനോഹരമായ ക്യാമറ നമ്മുടെ കണ്ണാണല്ലോ. കണ്ണുകൊണ്ട് അത് കാണാൻ നല്ല ഭംഗിയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ ബ്രിഡ്ജിൽ കൂടെ കയറി നടന്നു. പിന്നെ നിങ്ങൾ ദൂരെ ഒരു സ്റ്റാച്യു കണ്ടോ? അത് ബോഡസ്യ എന്ന് പറയുന്ന പണ്ടത്തെ ഒരു ക്യൂനിൻ്റെയും പുള്ളിക്കാരത്തിയുടെ 2 മക്കളുടെയാണ്. അതൊരു വലിയ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു സ്റ്റാച്യു ആണ്. ഞാൻ അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം കേട്ടോ. ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് അതിൻ്റെ തിയറിയൊക്കെ ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. കുറച്ച് ട്രാജിക് സ്റ്റോറി ആണെങ്കിലും അടിപൊളിയാണ്. അങ്ങനെ ലണ്ടനെയൊക്കെ കണ്ട് കൊതി തീർന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം അടുത്ത ലൊക്കേഷൻ മനസ്സിലുണ്ടായിരുന്നത് ക്യാംപ്ടൺ മാർക്കറ്റ് ആയിരുന്നു. അവിടെ പോകാൻ കരുതി. ഒരു വലിയ ദൂരമില്ല, ഒരു 20 മിനിറ്റ്സ് റേഞ്ചിൽ നമ്മൾ അവിടെ എത്തി. അപ്പം ഞാൻ അങ്ങോട്ടേക്ക് നമ്മൾ ലണ്ടനയുടെ പാർക്കിൻ്റെ അവിടെ നിന്ന് നേരെ നടന്ന് ബിഗ് ബെൻ വരെ പോയി. അവിടെ നേരെ തിരിച്ചു വരുമ്പോൾ ഇത് രണ്ടും കൂടെ ഒരു ബ്രിഡ്ജ് വഴിയാണ് കണക്ട് ചെയ്തേക്കുന്നത്. ആ ബ്രിഡ്ജിൻ്റെ സെൻറ്ററിൽ എത്തിയപ്പോഴേക്കും നല്ലതായിട്ടൊരു മഴക്കോള് വന്നിട്ട് പെട്ടെന്ന് അത് മാറിയപ്പോൾ ഒരു വല്ലാത്തൊരു തെളിച്ചം കണ്ടു ആകാശത്ത്. എന്ത് ഭംഗിയായിരുന്നു എന്നറിയാം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ കുറേ നേരം നോക്കിയിരുന്നു. ആ മഴ മാറിയതിൻ്റെ ഒരു വല്ലാത്തൊരു ക്ലൈമറ്റ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇത്ര ഭംഗിയിൽ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അവിടെ ഇങ്ങനെ കുറേ ഫുഡൊക്കെ ഒരു ബ്രിഡ്ജിൽ തന്നെ ഭയങ്കര ലൈവായിട്ടുള്ള ആക്റ്റീവ് ആയിട്ടുള്ള സ്ഥലമായതുകൊണ്ട് ഇങ്ങനെ ലോക്കൽ ഫുഡൊക്കെ അവിടെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. സോസേജും സംഭവങ്ങളൊക്കെ നല്ല മണമായിരുന്നു. നല്ല ക്യാരമലൈസ്ഡ് ഓണിയൻ്റെ മണം. അപ്പം നമ്മുടെ കൂടെ വന്നവരൊക്കെ ഫുഡ് വാങ്ങിച്ച് കഴിക്കുന്നത് ഞാൻ ചുമ്മാ വീഡിയോ എടുത്തു. ഇത് പോർക്കായിരുന്നു എന്ന് തോന്നുന്നു, അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. പക്ഷേ നല്ല മണം ഉണ്ടായിരുന്നു. ആ ഓണിയൻ സോട്ട് ചെയ്തതിൻ്റെ മണം കിടിലെന്നായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നേരെ ക്യാംപ്ടൺ മാർക്കറ്റിലേക്ക് വെച്ച് പിടിച്ചു. കുറേ ഷോപ്പുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെയൊക്കെ പോണേ. അപ്പം ഈ ഒരു ഷോപ്പിൽ കുറേ അർബൻ സ്റ്റൈലും അതുപോലെ തന്നെ ഇപ്പോൾ വിൻ്റർ തുടങ്ങുന്നതുകൊണ്ട് വിൻ്റർ റിലേറ്റഡ് കുറേ സ്റ്റഫൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മിക്ക സാധനങ്ങൾക്കും 75% ഓഫ് ഉണ്ടായിരുന്നു. പിന്നെ ഞാനൊന്നും വാങ്ങിയില്ല. ജന്മാന്തരമായ പിശുക്കെന്നെ വല്ലാണ്ട് ഉൾവലിക്കുന്നതുകൊണ്ട് ഞാനൊന്നും വാങ്ങിയില്ല. ചുമ്മാ ഒന്ന് കറങ്ങിയൊക്കെ നടന്ന് കുറച്ച് ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്തു, വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തു. ചുമ്മാ പോസൊക്കെ ചെയ്തൊക്കെ നിന്നിട്ട് പിന്നെയും നടന്നു. അപ്പം നടക്കുന്നവരും കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റോറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡിൻ്റെയും കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്താ വാങ്ങിയെന്ന് വെച്ചാൽ ഒരു കൽക്കത്ത ഒരു റോള് കിട്ടുന്ന ഒരു സ്ട്രീറ്റ് ഷോപ്പിൽ നിന്ന് ഞാനൊരു റോളും കുറച്ച് ചിപ്സൊക്കെ വാങ്ങി. എൻ്റെ ഇടയ്ക്ക് ഇതായിരുന്നു എൻ്റെ ഔട്ട്ഫിറ്റൊക്കെ. ഞാൻ ഇങ്ങനെയാണ് പോകുന്നത്. എനിക്ക് ഭയങ്കര കംഫർട്ടബിളാണ് ഇങ്ങനെ ലൂസ് ഡ്രസ്സൊക്കെ ഇട്ട് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ കൂടെ വന്നവരൊക്കെ നടന്നു. ഞാൻ അവരുടെ പുറകെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നടന്നു. നമ്മളിപ്പോൾ എവിടെ പോയാലും വീഡിയോ എടുക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. അതിനുശേഷം നടന്നൊരു ചെറിയ പാലത്തിലെത്തി. പാലത്തിൽ ഇങ്ങനെ ഞാൻ വെള്ളമൊക്കെ ഒഴുകുന്നുണ്ട് ഇങ്ങനെ വീഡിയോ എടുത്തെടുത്ത് നോക്കിയപ്പോൾ അവിടെ ചേട്ടൻ ഗിത്താർ പ്ലേ ചെയ്യുന്നുണ്ട്. പക്ഷെ എൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഞാൻ കുറേ ലോക്ക് കണ്ടു. നിങ്ങൾ കണ്ടില്ലേ കുറേ താക്കോലുകൾ? അത് മറ്റേ ഈ ലവേഴ്സ് ലോക്ക് വല്ലതും ആകാനാണ് സാധ്യത. എന്തെങ്കിലും ഒരു വിഷ് എഴുതിയിട്ട് വല്ല അവർ ലോക്ക് ചെയ്തിരിക്കാൻ ആയിരിക്കണം. അങ്ങനെ നടന്നപ്പോൾ ദാഹിച്ചു. അപ്പോൾ ഒരു ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് കുടിക്കാമല്ലോ എന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ എൻ്റെ ഓറഞ്ചിൻ്റെ ഒരു വലിയ ശേഖരം തന്നെയുണ്ട് ഫ്രഷ് ഓറഞ്ച് ജ്യൂസ്. പക്ഷെ ഭയങ്കര പൈസയായിരുന്നു. എന്നാലും നമ്മളൊരു ചെറിയ ബോട്ടിലൊക്കെ വാങ്ങി. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഇങ്ങനെ ഒരു ഫുഡിൻ്റെ ഒരു സ്ട്രീറ്റ് പോലെ ഒരു സംഭവത്തിലെത്തി. അവിടെ ഇങ്ങനെ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കുറേ ഒരു ഇഗ്ലൂ സെറ്റപ്പിൽ കുറേ
ഫുഡ് സ്പോട്ടുകൾ കണ്ടു. പിന്നെ അവിടുന്ന് കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ അവിടെ നേരെ ഇറങ്ങി നടന്നു ഒരു അനിമെ ബുക്സൊക്കെ കിട്ടുന്ന ഒരു സ്ഥലത്തെത്തി. ഇപ്പം ഞാൻ ഇവിടെ എത്തിയപ്പോൾ എൻ്റെ അനിയനെ ഞാൻ ഫോട്ടോസ് അയച്ചു കൊടുത്തു. അപ്പം എനിക്ക് അനിമേസിനെ കുറിച്ചൊന്നും വലിയ നോളജ് ഇല്ല, പക്ഷെ ഇത് കാണുന്ന ഒരുപാട് പേര് അനിമെ ഫാനായിട്ടുള്ളവരുണ്ടായിരിക്കും. അപ്പോൾ അവർക്കിത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. എൻ്റെ കൂടെ വന്നവരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ആ ഷോപ്പിൽ കയറി എല്ലായിടത്തും നോക്കുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഇവിടെ ആ ഷോപ്പിൽ വന്നിട്ട് ആകെ മനസ്സിലായത് നറിയിട്ടോയും പ്ലസ് വൺ പീസിൻ്റെ കുറേ ബുക്സ്, ഈ 2 പേരുകൾ എൻ്റെ അനിയൻ പറഞ്ഞ് ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് മനസ്സിലായി, അത് മാത്രം എനിക്ക് മനസ്സിലായി. പിന്നെ എൻ്റെ കൂടെ വന്നവർ അതൊക്കെ ഇങ്ങനെ മൊത്തം അവർ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മളുമായിട്ട് ഫുഡ് കഴിക്കാൻ പോയി. ഫുഡൊക്കെ കഴിച്ച് നല്ല വളരെ അടിപൊളിയായിട്ട് ആടെ നമ്മൾ പോയി. അത്രേ ഉള്ളൂ.